കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഉദയാസ്തമന പൂജയും പഞ്ചഗവ്യാടലും എല്ലാം കൊണ്ടും ഇന്നിങ്ങനെ വളരെ മനോഹരമായ ദിവസമായിരുന്നു. ഏകാദശിയല്ലേ, മോക്ഷദ ഏകാദശിയല്ലേ. അപ്പോൾ എല്ലാവർക്കും ആ ഏകാദശി എടുത്ത ക്ഷീണം, അതേപോലെ തന്നെ നമ്മുടെ ഭഗവാനും ഒന്ന് നേദ്യം കിട്ടാൻ ഒരുപാട് വഴുകി. ഏകദേശം 5 മണി കഴിഞ്ഞിട്ടാണ് ഒക്കെ കൈ കിട്ടിയത് എന്ന് പറഞ്ഞ മാതിരി അദ്ദേഹത്തിന് ഭുജിക്കാൻ കിട്ടിയത്. എന്നാലും വളരെ സന്തോഷവാനായിട്ട് നമുക്ക് ദർശനം തരാൻ വേണ്ടിയിട്ട് ഇന്നലെ ഉറക്കൊഴിച്ചു, ഇന്നും ഉറക്കൊഴിച്ചിട്ട് നമുക്ക് വിശ്രമമില്ലാതെ അദ്ദേഹം നമ്മളെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആരൊക്കെ വരണത് അവരെയൊക്കെ അനുഗ്രഹിക്കാം, വീട്ടിലിരിക്കുന്ന പിന്നെ പ്രാർത്ഥിക്കുന്ന ആളുകളെയൊക്കെ അനുഗ്രഹിക്കാം തയ്യാറായിട്ട് അങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് ഏത് രൂപത്തിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത് നോക്കാൻ വേണ്ടി പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്ത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. അവിടെയും വന്നൊന്ന് പ്രദർശനം ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. ആകെ തിരക്കല്ലേ, മൊത്തം തിരക്കാണ്. അന്നിപ്പോൾ അകത്തേക്കൊക്കെ കയറി വരണമെങ്കിലൊക്കെ എത്ര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ കൊടിമരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ അലങ്കാരം ചെയ്ത് കാണാം. അതേപോലെ ആ വലിയ ബലിക്കല്ലും, അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും, നടുക്കുള്ള മഹാലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടി ദിനമാണ്. പീഠം കാണാം, അതേപോലെ കിടാവിളക്ക് കാണാം. അതേപോലെ വലത്തെ സൈഡിലുള്ള നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി ഒന്ന് സ്മരിക്കാം. അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്താ പ്രകാശമാണ്, ആകെ പ്രകാശം. അങ്ങനെ പൊന്നിൻ്റെ പ്രകാശം, പൊന്നിൻ്റെ വിളക്കും വെള്ളി വിളക്കും ഒക്കെ ഇങ്ങനെ നെയ്ദീപത്തിൻ്റെ പ്രകാശം ഇങ്ങനെ പരന്ന് ആ ശ്രീകോവിൽ മൊത്തം നിറഞ്ഞു നിൽക്കുക. ആ പ്രകാശം തന്നെ നമ്മുടെ നയനങ്ങളിലേക്ക് എത്തുക. അപ്പോൾ നമ്മളെല്ലാ വിഷമങ്ങളും തീരും. അങ്ങനെ നോക്കി വരുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മഞ്ഞ പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. കസവ് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്ത് കളഭത്തിലിങ്ങനെ വെച്ചപ്പോൾ ഞൊറിഞ്ഞ മാതിരി ഉണ്ട്. അതേപോലെ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മുല്ലമുട്ട് മാല. അതേപോലെ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു ഗോപീതിലകം തൊട്ടിട്ടുണ്ട്. നല്ല പുഞ്ചിരിക്കുന്ന ആ മുഖമാണ് കേട്ടോ. ഇത്രയൊക്കെ എന്താ പറയുക, വഴുകിച്ചാലും ഒന്നും പ്രശ്നമല്ല. ഞാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്. അങ്ങനെ നോക്കി വരുമ്പോൾ ഇന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ആ ചതുർബാഹുവായ ഗുരുവായൂരപ്പൻ്റെ ദിനമല്ലേ. ആ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാദിനാവുമ്പോൾ ഗുരുവായൂരപ്പൻ തന്നെയല്ലേ ഉണ്ടാവുക, അത് ഉറപ്പല്ലേ. അപ്പോൾ അതേ കാഴ്ചയാണ് അന്ന്. ആ വളരെ സന്തോഷവാനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ, അതായത് തനിക്ക് ഇടന്ന് കിട്ടിയ ആ ഗുരുവായൂരിലിങ്ങനെ വന്ന് താമസിക്കാൻ കിട്ടിയ ആ ഒരു, എല്ലാതും മൂപ്പരുടേനെയാണെങ്കിൽ കൂടി എന്നാലും ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിന് പ്രത്യേകം പറയില്ലേ, അതേപോലെയാണ് ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ആ ഗുരുവും വായും കൂടി ചേർന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ ആ ഒരു പ്രതിഷ്ഠയൊക്കെ വന്നില്ലേ. അപ്പോൾ എന്നാൽ പ്രതിഷ്ഠാദിനം കൂടിയാണല്ലോ. അപ്പം അങ്ങനെ ആ ഒരു രൂപത്തിലാണ് ചതുർബാഹുവായ. അതോ ശംഖ് ചക്ര ഗദാധാരിയായിട്ട് പത്മധാരിയായിട്ടാണ്. കംപ്ലീറ്റും സ്വർണ്ണമാണ്. ഇന്ന് സ്വർണത്തിൻ്റെയാണ് ശംഖും ചക്രവും ഗദയും പത്മവും ഒക്കെ സ്വർണ്ണ. അതുകൊണ്ടാണ് ഈ വെള്ളി വെളിച്ചവും സ്വർണ്ണ വെളിച്ചമൊക്കെ അങ്ങനെ സ്വർണ്ണത്തുമ്മിൽ തട്ടുമ്പോൾ പ്രതിഫലിക്കുന്നതേ. വളരെ മനോഹരമായ കാഴ്ച. തിരുമുടിമാല വെച്ചിട്ടുണ്ട്. അതേപോലെ കിരീടം, പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ മുകളിൽ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള 2 തിരുമുടിമാലകൾ. അതേപോലെ വലിയ ഉണ്ടമാലകൾ, അതും എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി, വനമാല പോലെ നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്നങ്ങനെ വിചാരിക്കുക മനസ്സുകൊണ്ട്. എത്തി കണ്ടവരൊക്കെയും കാണുക, അല്ലാത്തവരൊക്കെ എന്നെ കേൾക്കുക. അപ്പോൾ കേൾക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണെന്നങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏകാദശിയാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കുക.
അപ്പം അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുതു. നേരെ വന്ന് നമ്മൾ തിടപ്പള്ളി നോക്കി തൊഴുതു. ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ടു തൊഴുതു. അതേപോലെ സപ്തമാതാക്കളെ കണ്ടു തൊഴുതു. പിന്നെ ഗണേശൻ്റെ അടുത്ത് വരികയാണ്. ഗണേശനെ കണ്ടു തൊഴുക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ മുഖമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഉള്ള ചാർത്താണ്. നിറയെ പൂക്കളുണ്ട്, മാലകളുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടുന്ന് വന്ന് ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് ആ മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് ആനന്ദശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴുക. അവിടെയും ധാരാളം പൂക്കളുണ്ട്. അവിടെ ആ വാദത്തിൻ്റെ അവിടെ ഒന്നിങ്ങനെ തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണനെയും മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ 2 വെറ്റിലമാല ഉണ്ട്, അതേപോലെ കുങ്കുമമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാദ്ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇങ്ങനെ വന്ന് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നേരെ വന്ന് ആ താമരക്കണ്ണനെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ ആ കൊടിമരം കാണാം. അതൊന്ന് കണ്ട് തൊഴാം. അതേപോലെ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് അങ്ങനെ ഭഗവതിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒക്കെ നല്ല തിരക്കാണ്. അങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ പാടുപെടും. അങ്ങനെ ഭഗവതിയെ കാണുക. ഭഗവതിയെ കാണുമ്പോൾ എന്താ വെച്ചാൽ മുഖമൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നന്നായിട്ട് അതിസുന്ദരിയായിട്ടാണ് ഭഗവതി ഇരിക്കുന്നത്. ധാരാളം മാലകൾ അണിഞ്ഞിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയിട്ട് കോർണറിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കുക. എന്നിട്ട് മമ്മിയൂർ പോയി ദർശനം കിട്ടുന്ന പോലെ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ അവിടെ പോയി തൊഴുത ആ ഒരു പ്രതീതിയാവും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയ മഹാപ്രഭുവിനെ നാരായണനെ കണ്ട് തൊഴുത് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് നമസ്കരിക്കുന്നു. അതിനുശേഷം നമ്മൾ നേരെ വന്ന് ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് നമസ്കരിക്കുന്നു. അതിനുശേഷം അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുന്നു. അയ്യപ്പസ്വാമിയുടെ അവിടെ നന്നായിട്ടുള്ള അലങ്കാരമാണ്. കിരീടവും ഒക്കെ വെച്ച് ധാരാളം മാലകളൊക്കെ ഉണ്ട്, ധാരാളം പൂക്കളുണ്ട്. അപ്പം അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ആൾക്കാരും അങ്ങോട്ട് കയറാനുള്ള ആൾക്കാരൊക്കെ നിറയെ ഉണ്ട്. അങ്ങനെ വന്ന് ആ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. അപ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. അതേപോലെ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം ഒന്ന് കണ്ടു തൊഴുക. ഭഗവതി നടയിലും വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിലും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒരിക്കൽ കൂടി ഭഗവാനെ തൊഴുത് തെക്കേ നടയിൽ വരിക. തെക്കേ നടയിൽ വന്ന് കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. അപ്പോൾ മഹാദേവനും പാർവതീദേവിനെയും സ്മരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും.
അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു, അതിവിശേഷമായി തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇന്നിപ്പോൾ ധാരാളം വീഡിയോകളും ലൈവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോളൂ. വരാൻ പറ്റാത്ത ആളുകൾ മുഴുവനായിട്ടും കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഗുരുവായൂരത്തെ ആ ഒരു പ്രസൻസ് നമുക്ക് കിട്ടും.